ഓം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. ആത്മഭാവങ്ങളെ, രാമന്റെ അയനത്തിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് നമ്മുടെ ചിന്തനീയ വിഷയം ഭരതരാഘവ സംവാദം. പ്രിയരെ, താൻ അഭിഷേക സംഭാരങ്ങളുമായാണ് വന്നിട്ടുള്ളതെന്നും ജ്യേഷ്ഠൻ രാജ്യഭാരം ഏറ്റെടുക്കണമെന്നും ഭരതൻ രാമനോട് ആവശ്യപ്പെട്ടു. പിതാവിന്റെ ആജ്ഞാനുസരണമാണ് താൻ 14 സംവത്സരം വനവാസത്തിന് ഒരുങ്ങിയതെന്നും പിതൃവാക്യം ലംഘിക്കുന്നത് നീതിയല്ലെന്നും രാമൻ മറുപടി പറഞ്ഞു. അതിനാൽ ഭരതൻ തന്നെ രാജ്യം ഭരിക്കണം. പിതാവ് സ്ത്രീജിതനായതിനാലാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും രാമൻ തന്നെ രാജ്യഭാരം ഏറ്റെടുക്കണമെന്നും രാമന് പകരമായി താൻ ആരണ്യവാസം അനുഷ്ഠിച്ചുകൊള്ളാമെന്നുമൊക്കെ ഭരതൻ വാദിച്ചു നോക്കി. പിന്നീട് ഉപവാസം അനുഷ്ഠിച്ച് ദേഹം ത്യജിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭരതൻ ഗർഭവിരിച്ച് വെയിലത്ത് കിടന്നു. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ വസിഷ്ഠനോട് തന്റെ അവതാര രഹസ്യം ഭരതന് ഉപദേശിക്കാൻ കണ്ണുകൊണ്ട് അനുജ്ഞ നൽകി. അങ്ങനെ വസിഷ്ഠൻ രാമന്റെ അവതാര ലക്ഷ്യം ഭരതന് പറഞ്ഞുകൊടുത്തു. മാത്രമല്ല, ഭരതൻ അയോധ്യയിൽ തിരിച്ചെത്തി രാജ്യഭാരം നിർവഹിക്കണമെന്നും ഉപദേശിച്ചു. ഇത് കേട്ട് വിസ്മയഭരിതനായ ഭരതൻ ജ്യേഷ്ഠനോട് പാദുകങ്ങൾ തരിക, താൻ അത് സേവിച്ചുകൊണ്ട് രാമനു വേണ്ടി രാജ്യം ഭരിക്കാമെന്ന് പറയുന്നു. അതനുസരിച്ച് രാമൻ തന്റെ പാദുകങ്ങൾ ഭരതന് നൽകുന്നു. പാദുകങ്ങൾ ശിരസിലേറ്റി രാമനെ പ്രദക്ഷിണം വെച്ചിട്ട് 14 സംവത്സരം കഴിയുന്ന ആദ്യ ദിനത്തിൽ അങ്ങ് തിരിച്ചെത്തിയില്ല എങ്കിൽ താൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തു. രാമൻ അത് സമ്മതിച്ചു. തുടർന്ന് അവർ അയോധ്യയിലേക്ക് തിരിച്ചു പോകുന്നു. ഭരതശത്രുഘ്നന്മാർ രാമപാദുകങ്ങൾ സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ച് താപസവേഷം ധരിച്ച് നന്ദിഗ്രാമിൽ പർണശാല കെട്ടി അതിൽ വസിച്ചുകൊണ്ട് രാജ്യഭാരം നിർവഹിച്ചു. ഇവിടെ കഴിഞ്ഞാൽ വീണ്ടും അയോധ്യയിൽ നിന്ന് തന്നെ തിരക്കി ആളുകൾ എത്തുമെന്ന് നിരൂപിച്ച് ചിത്രകൂടം വിട്ട് രാമലക്ഷ്മണന്മാരും സീതാദേവിയും നടകൊണ്ടു. നേരെ അദ്രി മഹർഷിയുടെ ആശ്രമത്തിലാണ് അവർ ചെന്നെത്തിയത്. അദ്രി മഹർഷി അവരെ യഥാവിധി സ്വീകരിച്ചു. വൃദ്ധയായ അനസൂയാദേവിയെ ജാനകി ആശ്രമാന്തർഗൃഹത്തിൽ ചെന്ന് വന്ദിച്ചു. സീതയ്ക്ക് അനസൂയ മാതാവ് അംഗരാഗവും കുണ്ടലങ്ങളും വളകളും അനുഗ്രഹവും ഒക്കെ സമ്മാനിക്കുന്നു. രാമൻ നരനാരായണനാണെന്ന് തനിക്കറിയുന്ന കാര്യം അത്രി മഹർഷി രാമനെ ബോധ്യപ്പെടുത്തി. അന്ന് രാത്രി രാമലക്ഷ്മണന്മാരും സീതാദേവിയും അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ സുഖമായി കഴിഞ്ഞുകൂടി. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.